ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്സ്. മൈ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വയർലെസ് മൈക്കാണ്. ഗ്രനേറോ എന്ന് പറയുന്ന കമ്പനിയുടെ P10 എന്ന മോഡലാണ്. ഒരുപാട് ഫീച്ചറും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബജറ്റ് ഫ്രണ്ട്ലി മൈക്കാണിത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന മൈക്കാണിത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രനേറോയുടെ വയർലെസ് മൈക്രോഫോൺ. ബോക്സിന്റെ സൈഡിൽ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലാർജ് കപ്പാസിറ്റി ആണെന്ന്, അതിന്റെ എഫിഷ്യൻസി എല്ലാം കൊടുത്തിട്ടുണ്ട്. നോയ്സ് റിഡക്ഷൻ ഒക്കെ ഉണ്ട്. അത് നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം. അതിന്റെ ബാക്കിൽ അതിന്റെ ഫ്രീക്വൻസി ബാക്കി ഡീറ്റെയിലും ബാക്കിലാണ് കൊടുക്കുന്നത്. പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ബാക്ക് സൈഡിലാണ് കൊടുക്കുന്നത്. വയർലെസ് മൈക്രോഫോൺ വേറൊന്നുമില്ല. ഫ്രണ്ടിൽ അതിന്റെ ഡിസ്പ്ലേ. നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഹെഡ്സെറ്റ് ചാർജിങ് കേസ് ഇവിടെ ഇരിപ്പുണ്ട്. അതൊന്ന് പുറത്തെടുക്കാം, മാറ്റി വയ്ക്കാം, പിന്നെ നോക്കാം. ഓക്കെ, അടുത്ത എന്തായാലുള്ളത് പിന്നെ ഇതിനൊരു ഡാറ്റ കേബിൾ വരുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ വേറെ ഒന്നുമില്ല, ഡാറ്റ കേബിൾ മാത്രമാണുള്ളത്. അതൊരു C ടൈപ്പ് ഡാറ്റ കേബിളാണ്. 2 ഡാറ്റ കേബിൾ ഒരുമിച്ച് വരുന്ന ടൈപ്പാണത്. 2 മൈക്ക് അറ്റ് എ ടൈം നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് 2 ഡാറ്റ കേബിൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡാറ്റ കേബിളിൽ തന്നെ 2 മൈക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഗുഡ്. പിന്നെ വരുന്നത് യൂസർ മാനുവലാണ്. ഗ്രനേറോയുടെ വയർലെസ് മൈക്രോഫോണിന്റെ യൂസർ മാനുവൽ. ഇതിനകത്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ മൈക്ക് ഉപയോഗിക്കേണ്ടത്, ഈ മൈക്കിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണുള്ളത്, അപ്പോൾ നമുക്ക് മൈക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും ഓരോ കാര്യങ്ങളായിട്ട് നമ്പർ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് വാറണ്ടി നമുക്ക് ഇഷ്യൂ ചെയ്യാം. അത് നമ്മൾ പർച്ചേസ് ചെയ്ത് 30 ഡേയ്സിനുള്ളിലാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ വാറണ്ടി കിട്ടത്തില്ല. പിന്നീട് വാറണ്ടിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല ബോക്സിനകത്ത്. നമുക്കിനി നമ്മുടെ മൈക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന്റെ ചാർജിങ് കേസ്. ഒരു മാറ്റ് ബ്ലാക്ക് ആണ് ബോക്സ് വരുന്നത്. പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും അറിയാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. ഇതിന്റെ ബോക്സിന് പെട്ടെന്ന് സ്ക്രാച്ചുകളൊന്നും ആകാൻ സാധ്യതയില്ലാത്തൊരു ബോക്സ് ആണ്. അതാണ് അതിന്റെ ബോഡി അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചാർജ് ചെയ്യാനുള്ള പോയിന്റ് ആണ്. ഇവിടെയാണ് C ടൈപ്പ് ചാർജിങ് കേസ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ. ഇതിനകത്ത് 2 മൈക്ക് വരുന്നുണ്ട്, ഒരു റിസീവർ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ. ഇതിലിപ്പോ കേസിന്റെ ചാർജാണ് ഈ കാണിക്കുന്നത്. പിന്നെ 2 മൈക്ക്, നമ്മൾ മൈക്ക് പുറത്തെടുത്തിട്ട് ഇതിനകത്ത് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കാ അതിനകത്ത് ചാർജ് കയറിക്കോളും. സോ ലെഫ്റ്റ് റൈറ്റ് 2 മൈക്കിന്റെയും ചാർജ് കയറുന്ന സിമ്പിളും പിന്നെ ഈ ചാർജിങ് കേസിന്റെ ചാർജുമാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ചീത്തയായി പോവുകയോ കംപ്ലൈന്റ് വരികയോ ഒന്നുമില്ല. ബിൽഡ് ക്വാളിറ്റി വൈസ് ഓക്കെ ആണ്. പിന്നെ ഇതാണ് ഇതിന്റെ റിസീവർ. C ടൈപ്പ് റിസീവർ ആണ് ഇതിൽ വരുന്നത്. ഈ റിസീവറിൽ 2 ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 ബ്ലൂ ലൈറ്റ്. ഇത് നമുക്ക് ഓരോ മൈക്കും കണക്ട് ആവുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണക്ട് അല്ല, ഇത് ബ്ലിങ്ക് അല്ല എന്നുണ്ടെങ്കിൽ കണക്ട് ആണ്. നമുക്ക് ഫോണിൽ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് എൻ്റെ റിസീവർ. ഇതിലും ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. റിസീവറിൽ വരെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് തറയിലൊന്നും വീഴത്തില്ല. അതിനകത്ത് സേഫ്റ്റി ആയിട്ട് ഇരുന്നോളും. അത് വെക്കുന്നതിനൊരു പൊസിഷൻ ഉണ്ട്. ഈ പോയിന്റ് ടോപ്പിൽ വരുന്ന രീതിക്കാണ് അത് വെക്കേണ്ടതാണ് അതിന്റെ പൊസിഷൻ. അത് വെച്ചു. പിന്നെ ഇതാണ് മൈക്ക്. ഒരു പ്രീമിയം ലുക്കുള്ള ഒരു മൈക്കാണിത്. ഗ്രനേറോയുടെ അവരുടെ ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന് ചാർജിങ്ങിന്റെ ഇൻഡിക്കേഷൻ ഉണ്ട്, കണക്ഷന്റെ ഇൻഡിക്കേഷൻ ഉണ്ട്, പിന്നെ മ്യൂട്ട് ചെയ്യുന്നതിന്റെ ഇൻഡിക്കേഷൻ. പിന്നെ ഇതാണ് വോയിസ് ക്യാൻസലേഷന്റെ ഇൻഡിക്കേഷൻ ഉള്ളത്. ടോപ്പിലായിട്ട് 2 മൈക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് 2 സ്വിച്ചസ് വരുന്നുണ്ട്. ഒന്ന് പവർ ബട്ടണും ഒന്ന് മോഡ് ബട്ടണും. പിന്നെ എൻ്റെ ബോട്ടം സൈഡിലായിട്ട് ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഇത് നമ്മളെ കേസിൽ നിന്ന് ചാർജ് കയറുന്ന 2 പോയിന്റുകളാണ്. ബാക്ക് സൈഡിലായിട്ട് ക്ലിപ്പ് വരുന്നുണ്ട്. നമ്മൾ ഡ്രസ്സിലോട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് വ്ളോഗ് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മൾ ഹോളി ലാൻഡ്, റോഡ് അതുപോലത്തെ ടോപ്പ് ബ്രാൻഡുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് മാഗ്നറ്റ്. ഈ വിലയ്ക്ക് മാഗ്നറ്റ് എനിക്ക് നല്ലൊരു ഫീച്ചറാണ് എനിക്ക് തോന്നി. കാരണം ഈ വിലയ്ക്ക് മാഗ്നറ്റ് കൊടുക്കുന്ന വേറെ മൈക്കുകളൊന്നും ഇല്ല. ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇതിന്റെ ലുക്ക്, സൈസ് ഒരു ₹1 കോയിന്റെ ആ സൈസേ വരുന്നുള്ളത്. പക്ഷെ അത്ര ചെറുതാണെങ്കിലും ഇത് നല്ലൊരു പവർഫുൾ മൈക്രോഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്കിനി മൈക്കിന്റെ ബാക്കി ഡീറ്റെയിലുകളും ആ നോയ്സ് ക്യാൻസലേഷനൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ഈ മൈക്ക് സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്ക് ഇതാണ്, ഡിജിടെക്കിന്റെ ഒരു മൈക്കാണ്. സോ ഇത് വലിയ റേറ്റ് ഉള്ളതൊന്നുമല്ല. ഇതിന് ചില സാങ്കേതിക തകരാറ് മൂലം കംപ്ലൈന്റ് ആയിപ്പോയി. സോ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ മൈക്കിലോട്ട് വന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മൈക്ക് തന്നെയാണിത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും ഒക്കെ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണിത്. നല്ല ക്വാളിറ്റിയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. ട്രാവൽ ചെയ്തിട്ട് വ്ളോഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്കിത് എപ്പോഴും മൈക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ചാർജിങ് കേസ് ഉള്ളതുകൊണ്ട് തന്നെ മൈക്കിൽ എപ്പോഴും ചാർജ് കാണാം. 1 അല്ല 2 അല്ല 3 ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇതിലുള്ളത്. 3 ടൈപ്പാണ് നമുക്ക്. ലൈറ്റ് ആയിട്ട്,
കുറച്ച് മീഡിയം, പിന്നെ ഫുള്ള് നമുക്ക് ഒന്നും പുറത്തുള്ള ഒരു നോയ്സ് ഇതിനകത്തോട്ട് കയറത്തില്ല. നമ്മൾ പറയുന്നതല്ലാതെ പുറത്തുള്ള വേറെ നോയ്സ് ഒന്നും ഇതിനകത്തോട്ട് വരത്തില്ല. ഐ മീൻ ഈ ഫാനിന്റെ സൗണ്ട്, ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉള്ള സൗണ്ട്, അതൊന്നും ഇതിനകത്തോട്ട് വരത്തില്ല. നല്ല നോയ്സ് റിഡക്ഷൻ ഒക്കെ ഉള്ളതാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട് എല്ലാം ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. ഇതിപ്പം വർക്കിംഗ് ആണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ. സോ ഇതിപ്പോൾ തേർഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ആണ്. നമുക്കിത് ഡയറക്റ്റ് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് അപ്പോൾ അതിന്റെ കറക്റ്റ് ഡിഫറൻസ് അറിയാൻ പറ്റും. അതിനായിട്ട് മോഡ് ബട്ടൺ ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആണ്. റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നോയ്സ് ക്യാൻസലേഷൻ കംപ്ലീറ്റ്ലി ഓഫ് ആയിട്ടുള്ള മോഡ്. നമുക്കിനി ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷനിലോട്ട് ഇതൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. മോഡ് ബട്ടൺ ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷനായി. ഇവിടുത്തെ ഈ നോയ്സ് ക്യാൻസലേഷൻ്റെ സിമ്പൽ ഒരിക്കൽ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ലെവലാണുള്ളത്. വോയിസിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ആദ്യത്തെ അത്ര നോയ്സ് ഇപ്പോൾ ഇല്ല. നമുക്കിനി സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷനിലോട്ടൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ആണ്. കുറച്ചുകൂടെ സൗണ്ട് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ, കാരണം പുറത്തുള്ള നോയ്സ് കുറേ കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെവലിലോട്ടൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. നോയ്സ് ക്യാൻസലേഷൻ്റെ ലൈറ്റ് 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് തേർഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ആണ്. പുറത്തുള്ള ഒരു സൗണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റത്തില്ല. വളരെ സൈലന്റ് ആയിരിക്കും. ഞാൻ പറയുന്ന വോയിസ് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത്, അല്ലേ? ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാനിന്റെ സൗണ്ട് ഒന്നും ഇതിനകത്തോട്ട് വരത്തില്ല. ഇതിന്റെ നോയ്സ് ക്യാൻസലേഷൻ 100% വർക്ക് ചെയ്യുന്നതാണ്. സോ അതിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട. ഈ മൈക്ക് നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നോയ്സ് ക്യാൻസലേഷന്റെ കാര്യത്തിലൊന്നും യാതൊരു ഡൗട്ടും വേണ്ട. നല്ല ബാറ്ററി ബാക്കപ്പും ഇതിനുണ്ട്. നല്ല ക്വാളിറ്റിയാണ്, സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ വിലയ്ക്ക് ഇത് വർത്താണ്. 2200 രൂപയാണ് C4 ടൈപ്പ് വരുന്നത്. പിന്നെ മൈക്രോഫോണിന്റെ ടോപ്പിലാണ് മൈക്സ് വരുന്നത്. 2 മൈക്കാണ് ഉള്ളത്. അതിലൊരു സ്റ്റീലിൽ ഒരു ക്രോം ഫിനിഷിൽ ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഷീൽഡ് വിൻ പ്രൂഫ് ആണ്. നമുക്ക് കാറ്റ്, പുറത്തുള്ള ആവശ്യമില്ലാത്ത കാറ്റൊന്നും ഇതിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവരതൊരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്കാം. പവർ ബട്ടണിൽ 1 ക്ലിക്ക്. സോ മ്യൂട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇൻഡിക്കേഷൻ ഓൺ ആണ് എന്നുണ്ടെങ്കിൽ മ്യൂട്ട് ആണ്, ഓഫ് ആണ് എന്നുണ്ടെങ്കിൽ മ്യൂട്ട് അല്ല. സോ 1 ക്ലിക്കിലാണെങ്കിൽ ഓരോ നോയ്സ് ക്യാൻസലേഷൻ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ അങ്ങനെ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എക്കോ മോഡ് ഓൺ ആവും. നമുക്ക് അത് നോക്കി നോക്കാം. എക്കോ മോഡ് ഓൺ ആകുമ്പോൾ നോയ്സ് ക്യാൻസലേഷന്റെ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങനെ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് എക്കോ മോഡാണ്. സോ ഞാൻ പറയുന്നത് ഇപ്പോൾ എക്കോ ആയിട്ടല്ലേ കേൾക്കുന്നത്. ഇതിന്റെ എക്കോ മോഡ് പെർഫെക്റ്റ് ഓക്കെ ആണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ മോഡ് നോർമലിലോട്ട് സ്വിച്ച് ആവും. സോ എക്കോ മോഡ് മാറിയിട്ടുണ്ട്. ഇതിന്റെ എക്കോ മോഡും പെർഫെക്റ്റ് ഓക്കെ ആണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വോയിസ് ക്വാളിറ്റിയും ഉണ്ട്. ഇതിന്റെ നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ 100ൽ 100 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രീനറോ P10ന്റെ വിശേഷങ്ങൾ. നിങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു മൈക്ക് നോക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു മൈക്ക് തന്നെയാണ്, വിശ്വസിച്ച് വാങ്ങാം. നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ക്വാളിറ്റി വൈസ് ആയിരുന്നാലും ഫീച്ചർ വൈസ് ആയിരുന്നാലും ഇത് ഒരുപടി മുന്നിൽ തന്നെയാണ് മറ്റു മൈക്കുകളെ അപേക്ഷിച്ച്. നിങ്ങൾ ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവരാണ്, അങ്ങനെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഇവാൻ ക്രാഫ്റ്റ്. ഇൻസ്റ്റാഗ്രാം പേജ് വീഡിയോ താഴെ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കയറി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്തേക്കുക. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ തന്നെയാണ്. ഓക്കെ, സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.